കേന്ദ്രവിരുദ്ധ സമരത്തിൽ ജന്തർ മന്ദറിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇപ്പോൾ സംസാരിക്കുക. രാജ്യമാകെ തന്നെ ഈ സമരത്തെ പിന്തുണയ്ക്കുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്. കേരളം ഇന്ത്യയുടെ ഭാഗമാണ്. ആ കേരളത്തെ നിരന്തരമായി കേന്ദ്രത്തിലെ BJP ഗവൺമെന്റ് അവഗണിക്കുകയാണ്. BJP ഗവൺമെന്റിന് ദേശീയ മൂല്യങ്ങൾ അറിയില്ല. മോദി ഗവൺമെന്റിന് ഫെഡറൽ പ്രമാണങ്ങളെ ഭയമാണ്. പരിപൂർണമായും അധികാരമെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് സമത്വാധികാരവും കൈക്കലാക്കാൻ വേണ്ടിയുള്ള നീക്കവുമായി പോകുന്ന ഗവൺമെന്റിന് RSSന്റെ രാഷ്ട്രീയമായ ഇടുഗ്രീയാംശങ്ങൾ മാത്രം കാണാൻ കഴിയുന്ന ഗവൺമെന്റിന് ഈ നാടിന്റെ തെക്കേ കോണിലുള്ള കേരളത്തെ കാണാനും കേൾക്കാനും കാതില്ലെങ്കിൽ കണ്ണില്ലെങ്കിൽ അവരെ കേൾപ്പിക്കുവാനും കാണിക്കുവാനും വേണ്ടിയാണ് ഈ പോരാട്ടമെന്ന് നാം പ്രഖ്യാപിക്കുന്നു. ഈ പോരാട്ടം അവർ കാണും, അവർ കേൾക്കും എന്ന് നമുക്ക് ഉറപ്പിക്കാം. കാരണം രാജ്യം ഇതിന്റെ പുറകെയുണ്ടെന്ന് നാം കണ്ടു കഴിഞ്ഞു. എല്ലാ തരത്തിലും കേരളത്തോട് അവഗണനയാണ്. ഞാൻ ചിതാശങ്ങളിലേക്ക് പോകുന്നില്ല. ദേശീയ വികസനം പങ്കുവയ്ക്കുമ്പോൾ അവർ കേരളത്തെ കാണുന്നില്ല. വിഷയത്തിൽ അവർ കേരളത്തെ അവഗണിച്ചിരിക്കുന്നു എന്ന് വേണ്ട. പൊതുകമ്പോളത്തിൽ നിന്ന് രാജ്യവിഷയങ്ങൾക്ക് കേരളത്തെ തട്ടുവെക്കിട്ട് ശ്വാസം മുട്ടിക്കാൻ വേണ്ടിയാണ് ഗവൺമെന്റിന്റെ പുറപ്പാട്. എല്ലാ തരത്തിലും വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യ രംഗത്ത്, ഭക്ഷ്യരംഗത്ത്, ഫെഡറൽ പ്രമാണങ്ങൾ എല്ലാ രംഗത്തും ഈ കേരളത്തോട് കാണിക്കുന്ന കൊടും അവഗണനയ്ക്ക് ഇനിയും നമുക്ക് സഹിച്ച് കൈകെട്ടി കാത്തുവയ്ക്കാൻ കഴിയില്ല എന്നാണ് കേരളം പ്രഖ്യാപിക്കുന്നത്. ഈ പ്രഖ്യാപനം ഒരു പാർട്ടിയുടേതല്ല. ഈ പ്രഖ്യാപനം ഒരു നാടിന്റേതാണ്. ഈ പ്രഖ്യാപനം കേരളത്തിന്റെ വാസ്തവമല്ല. അതുകൊണ്ട് പറയുകയാണ്, തെക്കേ കോണിലാണ് കേരളം. ഭൂമിച്ചതിലും കേരളം ചെറുതായിരിക്കാം. ഓർമ്മിച്ചതിൽ പണ്ടിലൊക്കെ പറഞ്ഞു, ലോകം ഒരു പന്താണെങ്കിൽ ആ പന്തിൽ പതിച്ച പൊട്ടാണ് എന്റെയെങ്കിൽ ആ പൊട്ടിന്റെ കോണില് ഒരു സൂചിമുന കൊത്തായിരിക്കും അപ്പോൾ കേരളമെന്ന്. പക്ഷേ അത്രയും ചെറുതല്ല കേരളം. കേരളത്തിന്റെ ശബ്ദം ലോകം കേൾക്കുന്നുണ്ട്, ഇന്ത്യ കാണുന്നുണ്ട്. ഈ കൊച്ചു കേരളത്തിന്റെ വികാരങ്ങളെയും വിചാരങ്ങളെയും ആഹ്വാനങ്ങളെയും എന്നും കേരളം കാണിച്ചിട്ടുണ്ട്. കേരളം ഇന്ത്യക്ക് വഴി കാണിച്ച സംസ്ഥാനമാണ്. ഈ സംസ്ഥാനമാണ് ഭൂബന്ധങ്ങളെ ആദ്യമായി മാറ്റിക്കുറിച്ചത്. ഈ സംസ്ഥാനമാണ് ജന്മത്വ ബന്ധങ്ങളെ തീർത്തുക്കുറിച്ചത്. ഈ ഗവൺമെന്റാണ് എല്ലാവർക്കും വിദ്യാഭ്യാസം, എല്ലാവർക്കും ആരോഗ്യം ഉറപ്പാക്കിയത്. ആ ഗവൺമെന്റിന് ഈ ഗവൺമെന്റിന് അതുകൊണ്ട് എല്ലാം പറയാൻ കഴിയും. ആ പാതയിലൂടെയാണ് LDF മുന്നോട്ട് പോയത്. പുത്തൻ കേരളത്തിന്റെ ശക്തിയിലൂടെ, പുത്തൻ കേരളത്തിന്റെ വഴിയിലൂടെ ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് നാം നിൽക്കുന്നതെന്ന് നമുക്കറിയാം. ആ ഒരു തിരിച്ചറിവിലാണ് എല്ലാ മന്ത്രിമാരും, എല്ലാ MLA മാരും, എല്ലാ MP മാരും എടുത്തുകൊണ്ട് നമുക്കെല്ലാവർക്കും ആലോചനകളും പറയാൻ കഴിയും. സഹാക്കളെ, സുഹൃത്തുക്കളെ, ഇതിനകത്ത് എല്ലാവരും വരണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ കേരളത്തിലെ ആഴ്ചപ്പിതാക്കന്മാർക്ക് അത് മനസ്സിലാക്കാനായിട്ടില്ല. അവർക്ക് മാത്രം വോട്ടുപകരണം നടത്താൻ അകന്നഭാഗം ശ്രമിക്കുകയാണ്. ഇന്നലെ നമ്മൾ കണ്ടു, കർണാടകത്തിലെ ഗവൺമെന്റ് ഇവിടെ വന്നു, ആ ഗവൺമെന്റ് ഭരണിച്ചു നിൽക്കുന്നു. സമരം എന്നതാണ് ബിനോയ് വിശ്വം വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. കേരളത്തിന്റെ മാത്രമല്ല, ഇതൊരു പൊതുവികാരമാണ്. കേന്ദ്രം സംസ്ഥാനങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു, പ്രത്യേകിച്ച് കേരളത്തെ അവഗണിക്കാൻ ശ്രമിക്കുന്നു. അനൂപ് ദാസ് വിവരങ്ങളുമായുണ്ട്. അനൂപ്, കേന്ദ്രത്തിൻ്റെതായ വലിയ വികാരം ഈ സമരത്തിന്റെ ഭാഗമായി പ്രകടിപ്പിക്കുകയാണ് നേതാക്കൾ. നേരത്തെ സംസാരിച്ച എളമരം കരീമും ബിനോയ് വിശ്വവും ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇപ്പോൾ 57,400 കോടി രൂപ കേന്ദ്രം പല ഘട്ടങ്ങളിലായി വെട്ടിക്കുറച്ചു. GST നഷ്ടപരിഹാരം ഉൾപ്പെടെ, നികുതി വിഹിതത്തിലെ കുറവുൾപ്പെടെ എന്നതാണ് ബജറ്റിലൂടെ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം. മാത്രമല്ല, നിരവധി നിക്ഷേപ പദ്ധതികൾ ഈ ബജറ്റിന്റെ ഭാഗമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ വർഷം 25 സ്വകാര്യ വ്യവസായ എസ്റ്റേറ്റുകൾ, ടൂറിസം മേഖലയിൽ 5000 കോടിയുടെ നിക്ഷേപം, സ്വകാര്യ പങ്കാളിത്തത്തോടെ അന്താരാഷ്ട്ര നിലവാരമുള്ള സ്ഥാപനങ്ങൾ, സ്വകാര്യ സർവകലാശാലകൾ, അങ്ങനെ ക്ഷേമ പെൻഷൻ മുടങ്ങാതെ കൊടുക്കും, അതിനുള്ള ഒരു ക്രമീകരണം ഉണ്ടാകും. ഇങ്ങനെ നിരവധി പ്രഖ്യാപനങ്ങൾ ബജറ്റിന്റെ ഭാഗമായും വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ പ്രധാനമാകുന്നു കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഗ്രാൻറ്റും കടമെടുപ്പ് പരിധി ഉയർത്തലും ഒക്കെ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാവുക എന്നത്. ഈ സമരവും അനുനയവും ഒരുമിച്ച് പോകുമോ? KV തോമസ് അടക്കം കേന്ദ്ര സർക്കാരുമായി മറ്റു തരത്തിലും ആശയവിനിമയം നടത്തുന്നുണ്ടോ? ഈ സമരത്തിന് വരുന്നതിന് മുൻപ് തന്നെ ഡൽഹിയിലുള്ള MP മാർ, അതേപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാരെല്ലാം പലതവണ ഇവിടെ ഡൽഹിയിലെത്തി കേന്ദ്രമന്ത്രിമാരെയും മറ്റു പ്രധാനപ്പെട്ട കേന്ദ്ര മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട മന്ത്രിമാരെന്നതിലുപരി
പാർട്ടിയിലെ തന്നെ അവരുടെ പാർട്ടിയിൽ തന്നെ സീനിയറായ ആളുകളെ കണ്ട് സംസാരിച്ചിരുന്നു, മന്ത്രിസഭയിലുള്ള ആളുകളെ കണ്ട് സംസാരിച്ചിരുന്നു ഇന്നലെ മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല നമ്മൾ മറ്റു ചില കേരളത്തിലെ മന്ത്രിമാരോട് ചോദിച്ചപ്പോഴും അവർ പറയുന്ന കാര്യം ഇപ്പോൾ ഭക്ഷ്യവകുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിന് ഭക്ഷ്യവകുപ്പ് മന്ത്രിയെ കണ്ട്, ഒപ്പം തന്നെ നിതിൻ ഗഡ്കരി, നിർമ്മല സീതാരാമൻ തുടങ്ങി നിരവധി മന്ത്രിമാരെ പലതവണ കണ്ട് കേരളത്തിന്റെ ആവശ്യങ്ങൾ ധരിപ്പിക്കുകയും കേരളത്തിന്റെ അവകാശത്തെക്കുറിച്ച് വളരെ കൃത്യമായ ധാരണ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തതാണ്. പക്ഷേ അപ്പോഴൊന്നും സംസ്ഥാനത്തിന് അനുകൂലമായ യാതൊരു തീരുമാനവും ഉണ്ടാകുന്നില്ല എന്നാണ് മന്ത്രിമാരും മുഖ്യമന്ത്രിയും MLA മാരും പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം.